തെരഞ്ഞെടുപ്പിന് മുൻപ് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയ പ്രവർത്തനമാണ് ബി.ജെ.പിയിൽ നിന്നുണ്ടായത്. ഇ.ഡി, സി.ബി.ഐ തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ വെച്ച രാഷ്ട്രീയ എതിരാളികളെ വീഴ്ത്തുക എന്ന തന്ത്രമാണ് മോദി പയറ്റിയതും. ഇ.ഡി, സി.ബി.ഐയും എത്തുന്നതിന് പിന്നാലെ പലരും മറുകണ്ഠം ചാടി ബി.ജെ.പിക്ക് ഒപ്പം നിന്നു. ഇങ്ങനെ ചാടി ബി.ജെ.പിയുടെ കുടക്കീഴിൽ സ്വയം അഭയം പ്രാപിച്ച നേതാക്കന്മാർക്കെതിരെയുള്ള കേസുകളൊന്നും നേരം ഇരുട്ടി വെളുത്തപ്പോൾ മാഞ്ഞുപോയി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ അന്വേഷണ ഏജൻസികളെ ഭയന്ന് ബി.ജെ.പിയിലേക്ക് ചേക്കേറിയത് ഏകദേശം 150 രാഷ്ട്രീയ നേതാക്കന്മാരാണ്. ഇതിൽ 25 പ്രമുഖ നേതാക്കന്മാരെയും കാണാം. ഇവരും പാർട്ടികൾ മാറി ബി.ജെ.പിയിൽ എത്തിയതോടെ വിശുദ്ധരായി മാറി. പ്രതിപക്ഷം ഈ പ്രതിഭാസത്തെ ബി.ജെ.പിയുടെ കയ്യിലെ വാഷിംഗ് മെഷീന്റെ പ്രവർത്തനമായാണ് പരിഹസിച്ചത്. ഇത്തരത്തിൽ ബി.ജെ.പി വെളുപ്പിച്ചെടുത്തവരിൽ നേതാക്കളോ അവരുടെ കുടുംബാംഗങ്ങളോ ആയി 13 പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ടുണ്ടായിരുന്നു. എന്നാൽ ബി.ജെ.പിയിൽ നിന്നും കിട്ടിയ സഹായം അവരിൽ ബഹുഭൂരിപക്ഷത്തിന് ജനങ്ങൾക്കിടയിൽ നിന്നും കിട്ടിയതുമില്ല. ബി.ജെ.പി വെളുപ്പിച്ചെടുത്ത 13 നേതാക്കന്മാരിൽ 9 പേരും തോറ്റു. 9 പേരിൽ 7 പേരും ബി.ജെ.പിയുടെയോ അവരുടെ സഖ്യകക്ഷികളുടെയോ സ്ഥാനാർത്ഥികളായിരുന്നു എന്നും കാണാം. മത്സരിക്കാൻ നിന്ന 13 പേരും എൻഫോഴ്സ്മെന്റ്, സി.ബി.ഐ, ആദായ നികുതി വകുപ്പ് തുടങ്ങിയ കേന്ദ്ര അന്വേഷണ ഏജൻസികളിൽ ഏതിന്റെയെങ്കിലും അന്വേഷണം നേരിടുന്നവരുമായിരുന്നു. 13-ൽ 8 പേർ ബി.ജെ.പിയിൽ എത്തിയവരാണ്. ഇവരിൽ 7 പേർ കോൺഗ്രസിലായിരുന്നു. ഒരാൾ തൃണമൂൽ കോൺഗ്രസിലെ നേതാവുമായിരുന്നു. ഉദ്ധവ് താക്കറെ പക്ഷത്തു നിന്നും ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയിൽ നിന്നും എത്തിയ 2 പേരും മത്സരത്തിനിറങ്ങിയിരുന്നു. വൈഎസ്ആർ കോൺഗ്രസിൽ നിന്നും തെലുങ്കുദേശം പാർട്ടിയിലേക്ക് വന്ന് മത്സരിച്ച ഒരു നേതാവുമുണ്ട്. അന്വേഷണ ഏജൻസികളെ പേടിച്ച് ബി.ജെ.പിയിൽ ചേരുകയും ഇത്തവണ തെരഞ്ഞെടുപ്പിന് നിൽക്കുകയും ചെയ്ത 8 പേരിൽ 6 പേരും തോൽവി ഏറ്റുവാങ്ങി. ഉദ്ധവിന്റെ അടുത്തുനിന്നും ഷിൻഡെയ്ക്കൊപ്പം കൂടി 2 പേരിൽ ഒരാൾ വിജയിച്ചപ്പോൾ മറ്റൊരാൾ തോറ്റു. ജാർഖണ്ഡ് വികാസ് പാർട്ടിയിൽ നിന്നും PEPയിൽ നിന്നും പോയ 2 പേരും വലിയ തോൽവി ഏറ്റുവാങ്ങി. മറുകണ്ഠം ചാടി തോറ്റവരിൽ പ്രമുഖർ രാജസ്ഥാനിലെ നഗൌർ മണ്ഡലത്തിൽ നിന്നും തോറ്റ ജ്യോതി മിർധ, യു.പിയിലെ ജൗൻപൂരിൽ നിന്നും തോറ്റ കൃപാശങ്കർ സിംഗ്, ഉത്തര കൊൽക്കത്തയിൽ നിന്നും തോറ്റ തപസ് റോയ്, ആന്ധ്രാപ്രദേശിലെ അറൌക്കയിൽ നിന്നും തോറ്റ കോട്ടപ്പള്ളി ഗീത, പഞ്ചാബിലെ പട്യാലയിൽ നിന്നും തോറ്റ പ്രണീത് കൗർ, ജാർഖണ്ഡിലെ സിഖ് ഭൂമിയിൽ നിന്നും തോറ്റ ഗീത കോഡ എന്നിവരാണ്. ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിയായി മുംബൈ സൗത്തിൽ നിന്ന് മത്സരിച്ച യാമിനി ജാദവും ജാർഖണ്ഡിലെ ഗോഡ്സിൽ നിന്ന് മത്സരിച്ച് തോറ്റ കോൺഗ്രസിന്റെ പ്രദീപ് യാദവും ഇത്തരത്തിൽ കൂറുമാറിയ പ്രമുഖരാണ്. ഉദ്ധവ് താക്കർക്കൊപ്പം ഉണ്ടായിരുന്ന രവീന്ദ്ര വൈക്കർ എന്ന മുതിർന്ന ശിവസേന നേതാവ് ഇത്തവണ കൂറുമാറിയവരിൽ ജയിച്ചവരുടെ ലിസ്റ്റിൽപ്പെടും. ഷിൻഡെക്കൊപ്പം പോയ ഈ നേതാവ് ഇ.ഡിയും മുംബൈ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് മറുകണ്ഠം ചാടിയത്. ജയില് വേണോ പാർട്ടിയിൽ ചേരുന്നോ എന്ന 2 തീരുമാനങ്ങളിലായിരുന്നു വൈക്കറിന് മുന്നിൽ ഷിൻഡെ വിഭാഗം വെച്ചത്. മാർച്ചിൽ വൈക്കർ 2ാമത്തെ തീരുമാനമെടുത്തു. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മുംബൈ നോർത്തിലാണ് രവീന്ദ്ര വൈക്കറിനെ എൻ.ഡി.എ നിർത്തിയത്. ഫലം വന്നപ്പോൾ 48 വോട്ടിന് ഈ നേതാവ് കഷ്ടിച്ച് കടന്നുകൂടുകയായിരുന്നു. എന്തായാലും ബി.ജെ.പി വൈറ്റ് വാഷ് ചെയ്തെടുത്ത നേതാക്കളിൽ 90% പേരും തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ അന്തസത്ത ഉയരുകയാണെന്നും ചൂണ്ടിക്കാട്ടാം.